ഫസ്റ്റ് നമുക്ക് ഒരു കൊട്ട പാൽ ഒഴിക്കാം. മൂന്ന് സ്പൂൺ പഞ്ചസാര ഇടാം. ആയില്ല, ഗ്യാസ് കത്തിച്ചിട്ട് ഇത് കട്ടയായി ഫ്രീസറിൽ തണുക്കാനായിട്ട് വെക്കാം. കസ്റ്റർഡിൻ്റെ പാൽ ഇതായി മിക്സ് ഫ്രീസറിൽ തണുക്കാൻ വെക്കാം. തണുത്ത് കഴിഞ്ഞിട്ട് കസ്റ്റർഡിന് ആവശ്യമുള്ള ആപ്പിള്, റുമാമ്പഴം, നേന്ത്രപ്പഴം കട്ട് ചെയ്തെടുക്കാം. നേന്ത്രപ്പഴം കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ഫ്രഷ് റുമാമ്പഴം കട്ട് ചെയ്തിട്ട് തൊല്ലിയെടുക്കാം. റുമാമ്പഴം തൊല്ലിയെടുത്തതും കൂടി ഈ പാത്രത്തിലേക്ക് മാറ്റാം. ആപ്പിള് തൊലി കളഞ്ഞ് കട്ട് ചെയ്തത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ആപ്പിള് തൊലി കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ കറുപ്പ് വരും. അതിന് വേണ്ടിയിട്ട് പഞ്ചസാര കുറച്ചിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. പഞ്ചസാര ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്രീസറിൽ മീത്ത കുറച്ച് നേരം തണുക്കാൻ വെക്കാം. കസ്റ്റർഡ് ഫ്രീസറിൽ നിന്നെടുത്ത് ജ്യൂസ് മെഷീനിലിട്ട് അടിച്ചെടുക്കാം. എന്നിട്ട് ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഫ്രീസറിൽ തണുക്കാൻ വെച്ച ഫ്രൂട്ട്സ് ഐറ്റംസ് അതിലേക്ക് മിക്സ് ആക്കിയിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. എന്നിട്ട് അത് കുടിച്ച് നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.